ആരാധ്യനേ ആരാധ്യനേ ആരിലുമുന്നതനായവനേ ആരാധിക്കുന്നിതാ നിൻ തിരുമുൻപിൽ ആയുസ്സിൻ നാൾകളെല്ലാം. ആരാധ്യനേ ആരാധ്യനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നിതാ നിൻ തിരുമുൻപിൽ ആയുസ്സിൻ നാൾകളെല്ലാം. എൻ്റെ രോഗക്കിടക്കയിൽ നീ എൻ്റെ സൗഖ്യപ്രദായകനേ എൻ്റെ രോഗസംഹാരകനേ എൻ്റെ സർവവും നീ മാത്രമേ. ആരാധ്യനേ ആരാധ്യനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നിതാ നിൻ തിരുമുൻപിൽ ആയുസ്സിൻ നാൾകളെല്ലാം. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം സൂക്ഷിച്ച് പരിപാലിച്ച് അല്പസമയം ഉറങ്ങുവാനും ഉണരുവാനും കർത്താവിൻ്റെ പാദപിടം ചേർന്നിരിപ്പാനും സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ പ്രഭാതത്തിൽ അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും അറിയാവുന്ന കർത്താവിൻ്റെ കരങ്ങളിലോട്ട് രാവിലെ സമയം ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് സകലത്തിനും മതിയായ ദൈവമാണ്. ഞങ്ങളുടെ ഭാരം മാറ്റുന്നവനാ, ഭയം മാറ്റുന്നവനാ, നിരാശ മാറ്റുന്നവനാ, സൗഖ്യം തരുന്ന ദൈവമാണ്, സമൃദ്ധിയിൽ ഞങ്ങളെ നടത്തുന്ന ദൈവമാണ്. ഞങ്ങളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. സകല ചിന്താകുലങ്ങളും ഞങ്ങൾ അപ്പച്ചൻ്റെ പാദപിടത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമാണ്. നന്ദി നിറഞ്ഞ ഗതിയത്തോട് സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും തന്ന് ഞങ്ങളെ നടത്തുമാറാകണം. അവിടുന്ന് ഞങ്ങൾക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുമാറാകണം. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ എല്ലാ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും സ്വർഗം മറുപടി ഇറക്കുമാറാകണം. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ സമർപ്പിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ചുറ്റുപാടുകളും അയൽ കുടുംബങ്ങളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ സഹോദര വർഗ്ഗങ്ങളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ മാതാപിതാക്കളെ വാർദ്ധക്യത്തിലായിരിക്കുന്നവരൊക്കെ സമർപ്പിക്കട്ടെ കർത്താവ്. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിക്കായി സ്തോത്രം. സൗഖ്യത്തോടെ കാത്തുകൊള്ളണമേ കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ്. അവരുടെ പഠനത്തെ മാനിക്കണമേ കർത്താവ്. അവർക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുത്ത് ജയത്തോടെ അവരെ നടത്തണമേ. പ്രത്യേകിച്ച് പരീക്ഷയിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. വിവിധ കോഴ്സുകളുടെ പരീക്ഷകൾ നടക്കുന്നു. വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളൊക്കെ ഉണ്ട് കർത്താവ്. തമ്പുരാൻ്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ പാദപിടം ചാർത്ത് വെച്ച കുഞ്ഞുങ്ങളൊന്നും ലജ്ജിച്ചു പോകാൻ അനുവദിക്കല്ലേ അപ്പ. ജയത്തോടെ അത്ഭുതവും അതിശയമായി അവരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിച്ച തുറമുഖത്ത് കൊണ്ട് നെറ്റിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സ്വർഗത്തിലെ അപ്പച്ചനെ അനുഗ്രഹിക്കുമാറാകണം. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി അപ്പ. എൻ്റെ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ. ജോലിയിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യാനുള്ള കൃപയും ബലവും ആരോഗ്യവും കൊടുത്ത് നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണം. സമാധാനത്തിൽ ജോലി ചെയ്യാൻ ഇടയാക്കണം കർത്താവേ. ഒരു തരത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു ഭാരമോ പ്രയാസമോ ഉണ്ടാകാൻ അനുവദിക്കല്ലേ എന്ന് വഴിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണ ലഭിക്കണം. അവരുടെ വിവാഹം നടക്കണം. ശ്രേഷ്ഠമായ നിലവാരത്തിൽ അവരെ കൊണ്ട് എത്തിക്കണം ദൈവമായ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കണം ഇടയാക്കണേ. ഏറി ദൈവകൃപയും കൊടുത്ത് നിറയ്ക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളെ സമർപ്പിക്കുന്ന സന്തോഷത്തോടെ ജീവിപ്പാനുള്ള മുഖാന്തര സ്വർഗത്തിലെ അപ്പച്ചൻ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന അപ്പച്ചാ. എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവമാണ്. വിശ്വാസത്തിന് ഭംഗം വരുവാൻ അനുവദിക്കല്ലേ കർത്താവേ.
കർത്താവിനെ തള്ളിപ്പറയാൻ അനുവദിക്കല്ലേ അപ്പ. പ്രതീക്ഷയ്ക്ക് ഭംഗം വരുവാൻ അനുവദിക്കല്ലേ കർത്താവേ. ഈ ജനുവരി മാസത്തിൽ സ്വർഗത്തിലെ അപ്പച്ചൻ ജോലി ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പ്രതിഫലം കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇടയാക്കിക്കാട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു. ജോലി കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും സ്വർഗം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറക്കുന്നവർക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്ന തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ടപ്പ. ദൈവമായ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. വിവാഹം ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാനും സഹായിക്കുന്നവർക്ക് നന്ദി. വിവാഹത്തിന് ഒരുങ്ങുന്ന ഓരോ ജീവിതങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നടക്കണമെന്ന എല്ലാ വിവാഹ ശുശ്രൂഷകൾക്കായും സ്തോത്രം ചെയ്യുന്നു. സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. ഒന്നിനും കുറവ് കൂടാതെ കാനാവിലെ വിവാഹം പോലെ സ്വർഗമെല്ലാം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ വാഹനത്തിലും വഴിയിലും അപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന ആപത്തപകടങ്ങളിൽ നിന്ന്, രോഗദുഃഖാദികളിൽ നിന്ന്, പകർച്ചബാധകളിൽ നിന്ന് വിടുവിച്ച് സമാധാനത്തോടും സൗഖ്യത്തോടും ദൈവകൃപയോടും സമൃദ്ധിയോടും ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. ഞങ്ങളുടെ ഉപജനമാർഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജനമാർഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. നല്ലൊരു ശേഷിപ്പ് ഞങ്ങൾക്ക് നൽകുമാറാകണം. ബിസിനസ് ചെയ്യുന്ന മക്കളെയും സമർപ്പിക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ തന്നെ മക്കളുടെ ബിസിനസ്സൊക്കെയും ഈ 2025 അനുഗ്രഹിക്കപ്പെടുവാൻ തക്കണം സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, മനസ്സലിയണം, കരുണ കാണിക്കണം, അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. അപ്പോൾ ഈ സമയം ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നു. രോഗികൾക്ക് നല്ല വൈദ്യനും രോഗം നീക്കുന്ന മരുന്നും എൻ്റെ അപ്പച്ചന. അവിടുന്ന് ഒന്ന് തൊട്ടാൽ മതി, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം വരും. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ, തൈറോയിഡ് ഉള്ളവർ, അലർജി ഉള്ളവർ, കർത്താവ് ആസ്മയുള്ളവർ, ആമേൻ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, സ്തോത്രം സ്തോത്രം. ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, ഹല്ലേലൂയ കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, പല്ലിൻ്റെ വേദനയാൽ, ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവർ, ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ, കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രപ്പ സ്തോത്രം. കൈകാൽക്ക് ചലനമില്ലാത്തൊരു കിടക്കുകളിലായിരിക്കുന്നവർ, വീൽ ചെയറിലായിരിക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവരെ സമ്പൂർണ്ണമായും അപ്പൻ്റെ ബലമുള്ള കരത്തിലോട്ട് സമർപ്പിക്കുന്ന നാഥ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരെ ഏൽപ്പിക്കുന്ന സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. അങ്ങ് തൊട്ടൊരു അങ്ങേ തൊട്ടൊരു സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് ഹല്ലേലൂയ സ്വർഗം തൊട്ട് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല വൈദ്യനായ അപ്പച്ചാകിലെ അതിലെ സുഗന്ധക്കൊഴുമ്പുമായി കടന്നു വരണം. ഉച്ചി മുതൽ പാദം വരെ താലോടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവരുണ്ടപ്പാ, നീ അവിടുന്ന് സൗഖ്യമാക്കണമേ. പലപ്പോഴും പലവിധ ക്ഷീണങ്ങളാൽ, ഭാരങ്ങളാൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. നീ ക്ഷീണം മാറ്റണമേ, ഭാരം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിരാശകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുമുണ്ടപ്പാ, നീ അവർക്ക് സ്വസ്ഥത നൽകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ചില നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പച്ചാ, അവരുടെ എല്ലാ വിഷയവും സ്വർഗം ഏറ്റെടുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കട്ടെ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും ക്രിസ്തുവേശിൽ തീർത്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞപ്പാ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുത്തേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന എൻ്റെ അപ്പച്ചനവർക്ക് തലയായിക്കുവാൻ സ്വന്തമായി ഭവനം കൊടുക്കണമേ. ഭവനം പണിയുന്ന മക്കളുണ്ടപ്പോൾ അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിക്കുകയാ. സ്വർഗമെല്ലാവരെയും കരുണയോടെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്കുള്ള സർവ്വതും അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിക്കുകയാ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെ, വയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രപ്പാ സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രാജ്യങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രത്യേകിച്ച് ഹാലിലെ പകർച്ചബാധകളുടെ പിടിയിലൊക്കെയും ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ദേശത്തിൻ്റെ മേൽ സൗഖ്യമയക്കണമേ അപ്പാ. ഈ ബാധകളൊക്കെ ഒഴിഞ്ഞു പോകട്ടെ കർത്താവേ. അവിടുന്ന് അടിയങ്ങളോട് കരുണ കാണിക്കണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഭരണകൂടങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണകർത്താക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. സത്യസന്ധതയോടെ ദൈവകൃപയോടെ എല്ലാ കാര്യം ചെയ്തിർപ്പാൻ ഓരോ മക്കളെ സഹായിക്കണമേ. കർത്താവിൻ്റെ മക്കളാക്കി തീർക്കണമേ. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ നാമമാകിയാൽ അത് വളരണം, അത് ഉയരണമപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിശ്വാപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നപ്പാ.
ഓരോ മക്കളെയും ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുടെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളുടെ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പുതുവർഷക്കാലം പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് ഓരോ മക്കളെയും നിറയ്ക്കണമേ എന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.